നമസ്കാരം. ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണത്തെ സർക്കാരും CPM-ഉം ഭയപ്പെടുന്നത് എന്തുകൊണ്ട്? ഇരയോടൊപ്പം എന്ന് പറയുകയും വേട്ടക്കാരോടൊപ്പം കൂട്ടുകൂടുകയും ചെയ്യുന്ന CPM നിലപാട് എന്താണ് സൂചന നൽകുന്നത്? CPM-ന് എന്തെങ്കിലും ഭയമുണ്ടോ? പവർ പോയിന്റിലേക്ക് സ്വാഗതം. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് ശ്രീ നേമം ഷജീർ, ഇടത് നേതാവ് അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, BJP നേതാവ് ശ്രീ RS രാജീവ് എന്നിവർ പവർ പോയിന്റിനൊപ്പം ചേരുന്നു. ആദ്യം ശ്രീ നേമം ഷജീർ, ഈ ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറേ നാളുകളായി തുടരുകയാണ്. ഇപ്പോഴും ആ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെക്കുറിച്ചും ആ കുടുംബത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ചും ഒക്കെയുള്ള ചർച്ചകൾ വളരെ സജീവമായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്തായാലും ആ ഒരു ദാരുണ സംഭവവുമായി ബന്ധപ്പെട്ട് കുടുംബം ആവശ്യപ്പെടുന്ന ഒരു ആവശ്യം CBI അന്വേഷണമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസവും ഈ ആവശ്യം ആ കുടുംബം ഉന്നയിച്ചിട്ടും ഈ സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായി, പ്രത്യേകിച്ച് CPM ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് വ്യക്തമാക്കുന്നില്ല. പക്ഷേ അവർ പറയുന്നത് CBI അന്വേഷണം വേണ്ട എന്ന നിലപാടാണ്. അപ്പോഴും ആവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാകാം ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നതെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, ഇതിൽ CPM നിലപാട് വ്യക്തമാക്കി. CBI അന്വേഷണം വേണ്ടാന്ന് തന്നെയാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ദിവസം 1458 ഉദ്യോഗസ്ഥർ പെൻഷൻ തട്ടിപ്പിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സർക്കാർ പേര് കൊണ്ടുപോലും അവരെ നോവിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അർഹതപ്പെട്ട പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്ന നിരവധി ആളുകളുടെ പെൻഷൻ തട്ടിയെടുത്ത കേസാണ്. അത്രയധികം അഴിമതി നിറഞ്ഞ ഉദ്യോഗസ്ഥരുള്ളപ്പോൾ ഈ സർക്കാർ അഴിമതി ചെയ്യാൻ മടിക്കുന്ന, അഴിമതിക്കെതിരെ നിലപാട് സ്വീകരിച്ച ഒരു മനുഷ്യനെ നാവ് കൊണ്ട് അറുത്ത് കൊന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പം എക്കാലത്തും CPM ഒരിക്കലും ഇരകളോടൊപ്പം അല്ലായിരുന്നു. നമ്മളെല്ലാം നിരവധി വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അവരെപ്പോഴും വേട്ടക്കാരോടൊപ്പമാണ്. CPM-ന്റെ നേതാക്കൾ ചെയ്യുന്ന ഏതെങ്കിലും തെറ്റുകളെ അവർ തള്ളിപ്പറഞ്ഞിട്ടില്ല, അവർ ന്യായീകരിച്ചിട്ടുള്ളൂ. PP ദിവ്യ ഒരിക്കൽ പോലും അവർ തള്ളിപ്പറഞ്ഞിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. അവർ അറസ്റ്റ് ചെയ്യുന്നത് വളരെ വൈകിയാണ്, അവരെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് വളരെ വൈകിയാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ നവീൻ ബാബുവിൻ്റെ വീട് സന്ദർശിച്ച നേതാക്കളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ എണ്ണമാണ് PP ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം. ആ എണ്ണവും ആ സ്ഥാനത്തിൻ്റെ വലിപ്പവും നോക്കുമ്പോൾ ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ PP ദിവ്യയെ സ്വീകരിക്കാനെത്തിയ ആളുകളുടെ നമ്പർ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ എന്തുകൊണ്ടും ആ കുടുംബത്തിന് CBI അന്വേഷണം ആവശ്യപ്പെടാം. സാധാരണഗതിയിൽ ഇപ്പം സാമാന്യ ബുദ്ധി ഉള്ള എല്ലാവർക്കും തോന്നുന്ന സംശയങ്ങളാണ് അവർക്കും തോന്നുന്നത്. ഇവിടെ തുടക്കം മുതൽ തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇൻക്വസ്റ്റ് നടപടികൾ, പോസ്റ്റ്മോർട്ടം നടപടികളിൽ പോലും വലിയ സംശയം ആ കുടുംബം പറഞ്ഞു. ആ കുടുംബം, നവീൻ ബാബുവിൻ്റെ കുടുംബം ആദ്യം ആവശ്യപ്പെട്ടത് ഇൻക്വസ്റ്റ് നടപടികളും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടവും ഞങ്ങൾ വന്നതിന് ശേഷം മാത്രമേ നടത്താവൂ എന്ന് കളക്ടറോട് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞ മറ്റൊരു കാര്യം, അത് പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? പരിയാരം മെഡിക്കൽ കോളേജ് CPM നിയന്ത്രണത്തിലായതുകൊണ്ട്, അതല്ലെങ്കിൽ മറ്റൊരു ജില്ലാ കമ്മിറ്റിയെ പോലെ പ്രവർത്തിക്കുന്നതുകൊണ്ട് അവിടെ വേണ്ട എന്ന് പറഞ്ഞു. ഇനി മറ്റൊന്ന്, പ്രശാന്തൻ എന്ന് പറയുന്ന ആരോപണ വിധേയൻ, അഴിമതി അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആൾ അവിടെയാണ് ജോലി ചെയ്യുന്നത്. ഈ രണ്ട് കാരണം കൊണ്ടും അവിടെ ചെയ്യാൻ പാടില്ല എന്ന് ഈ കുടുംബം ആവശ്യപ്പെട്ടപ്പോൾ അത് നിരാകരിക്കുകയാണ് ഉണ്ടായത്. തുടക്കം മുതൽ തന്നെ ഈ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു. ആരാണ് ആദ്യം ഈ നവീൻ ബാബുവിനെ കണ്ടത് എന്നത് വ്യക്തമല്ല. ഈ ബോഡി അറിഞ്ഞത് ആരാണെന്ന് അറിയില്ല. അപ്പോൾ കേസ് അന്വേഷണം തന്നെ തുടക്കത്തിൽ തന്നെ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് സ്വാഭാവികമായി നമുക്ക് പോലും തോന്നിപ്പോയി. പിന്നെ കുടുംബത്തിന് തോന്നാതിരിക്കാൻ വഴിയില്ലല്ലോ. അപ്പോൾ ഈ രീതിയിൽ അവരെ ഈ കുടുംബത്തിനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലൊന്നും ഇടതുപക്ഷം പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഈ PP ദിവ്യ മാത്രമാണ് ഇടതുപക്ഷത്തിലെ നേതാക്കൾ. നമുക്ക് ഈ ഉപതെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ടാണ് PP ദിവ്യ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയതും അറസ്റ്റ് ചെയ്യാൻ പോലും തയ്യാറായത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുപക്ഷം മുന്നോട്ട് വെച്ച വേറൊരു സാധനമുണ്ട്. ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ സരൺ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഈ കോൺഗ്രസിൻ്റെ നേതാക്കളാണ് വലിയ ധാർഷ്ട്യം നിറഞ്ഞ ആളുകൾ, വലിയ അഹങ്കാരികൾ, നമ്മുടെ പ്രതിപക്ഷ നേതാവിനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളൊന്നും ധാർഷ്ട്യം കാണിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഇത്രയേറെ വാശി കാണിച്ചതുകൊണ്ടൊന്നും ഒരാൾ പോലും ആത്മഹത്യ ചെയ്തിട്ടില്ല. ഇവിടെ PP ദിവ്യ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ഒരു മനുഷ്യനെ അഴിമതി നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പരസ്യമായി അപമാനിച്ചതിൻ്റെ പേരിലാണ്. അവരെ ധാർഷ്ട്യം കാരണമാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ ഇല്ലാതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ കണ്ണൂരിലെ ആന്തൂർ നഗരസഭയുടെ ചെയർപേഴ്സണായ ശ്യാമള ഈ സാജൻ പാറയിൽ ആത്മഹത്യ ഉണ്ടായ കാരണം നമുക്കറിയാം. ഈ രാജ്യത്ത് നിലനിൽക്കുന്ന മുഴുവൻ നിയമങ്ങളും അനുസരിച്ചിട്ട് അവർക്കൊരു ഓഡിറ്റോറിയം പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി കിട്ടാത്തതിൻ്റെ പേരിലാണ് അവർ ഒരു മുഴുവൻ കയറിൽ ജീവിതം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ CPM-ന്റെ നേതാക്കൾ നിരന്തരമായി ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ വേട്ടയാടുന്നു, അതുപോലെ വ്യവസായികളെ വേട്ടയാടുന്നു. അഹങ്കാരവും ധിക്കാരവും കൊണ്ട് ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, സാജൻ പാറയുടെ വിഷയത്തിൽ ആ ആത്മഹത്യ വന്ന സമയത്ത് CPM നടത്തിയ നാടകം എന്ന് പറയുന്നത് ആ കുടുംബത്തെ ആക്ഷേപിക്കുകയാണ്. വലിയ അശ്ലീല കഥകളാണ് പുറത്തുവിടുന്നത്. ഇപ്പം നവീൻ ബാബുവിൻ്റെ വിഷയം വന്നപ്പോൾ നവീൻ ബാബു എന്തോ വലിയ അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുമ്പോട്ട് വന്നത്. അതൊരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പരസ്യമായി
പ്രസ്താവന നടത്തുകയാണ്. നമുക്കറിയാം വ്യവസ്ഥാപിതമായിട്ടുള്ള നിരവധി മാർഗ്ഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരാൾ അഴിമതി നടത്തിയാൽ എങ്ങനെയാണ് അഴിമതിക്കെതിരെ പോരാടേണ്ടത് എന്ന് CPM മറ്റാരും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് വലിയ നിഗൂഢതകൾ നിറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇവിടെ ഒരു ഡീപ് സ്റ്റേറ്റ് ഭരണം നടക്കുന്നുണ്ട്. ഇനി ഇത് പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട വിവാദമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പ്രശാന്തൻ എന്ന് പറയുന്ന ഒരാൾക്ക് സ്വന്തം പേര് പോലും കൃത്യമായിട്ട് എഴുതാൻ അറിയാത്ത ആൾ, സ്വന്തം ഒപ്പ് പോലും 2 ഉണ്ട് എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു പെട്രോൾ പമ്പ് നടത്താനോ വാങ്ങാനോ ഉള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് ഞങ്ങളാരും കരുതുന്നില്ല. ഇതിൻ്റെ പിന്നിൽ വളരെ ഒരു CPM തന്നെ ഉന്നതരായ നേതാക്കളുണ്ട്, വലിയ സാമ്പത്തികമായി കൈകാര്യം ചെയ്യുന്ന വലിയ ഉന്നതരായിട്ടുള്ള മുതലാളിമാരുണ്ട്. അത് CPM നിയന്ത്രണത്തിൽ ഉള്ളത് തന്നെയാവും. അപ്പോൾ അതൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള സംരക്ഷണമാണ് PP ദിവ്യയ്ക്ക് നൽകി വരുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപിക്കപ്പെടുന്നത് നിഗൂഢതകളാണ്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണം കുടുംബം വേണമെന്ന്, CBI അന്വേഷണം കുടുംബം വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുമ്പോഴും ഈ പറഞ്ഞതുപോലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അതിനെ ന്യായീകരിച്ചത് കൂട്ടിലടച്ച തത്തയാണ് CBI എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതെന്ത് ന്യായീകരണമാണ് എന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ശരിക്കും ഈ CPM ഈ വിഷയം കൂടുതലായി ചർച്ച ചെയ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റെന്തൊക്കെ പുറത്തു വരുമെന്നുള്ളൊരു ഉൾഭയം ഉള്ളത് കൊണ്ടല്ലേ PP ദിവ്യ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമെന്നൊരു പേടി CPM പ്രത്യേകിച്ച് CPM അതുകൊണ്ടല്ലേ ഈ അന്വേഷണത്തിലേക്ക് പോകാതിരിക്കാനുള്ളൊരു സാഹചര്യം ഇങ്ങനെ ഉണ്ടാകുന്നത്? ഇപ്പം എൻ്റെ സുഹൃത്ത് നേമം ഷജീർ പറഞ്ഞു അല്ലേ, പിന്നെ ആദ്യമേ അദ്ദേഹത്തിൻ്റെ ഒരു ആരോപണത്തിന് തുടങ്ങി നമുക്ക് ഇതിലോട്ട് വരാം. ഒരു 1458 ക്ഷേമ പെൻഷനുകൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൈക്കലാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതാരാ കൊണ്ടുവന്നത്? ഇതാരെ വെളിയിൽപ്പെടുത്തത്? ഈ സർക്കാരല്ലേ? ഞാൻ പറഞ്ഞു CAG റിപ്പോർട്ട് ഉണ്ടെന്നാലും ഈ സർക്കാരിൽ അത് വെളിയിൽ കൊണ്ടുവന്ന ഞാൻ പറഞ്ഞിട്ട് ഇത്രയും പേര് വന്ന് ഇതുമല്ല, ഇതിൽ കൂടുതൽ ആൾക്കാരുണ്ട്. ആൾക്കാരെന്ന് വെച്ചാൽ ആ തസ്തികയെന്ന് അല്ലെങ്കിൽ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരൊന്നും ആ സ്ഥാനത്ത് നിർത്തൂല എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥാനത്ത് അത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥാനത്തൊന്നും അവരിയ്ക്കില്ല. അപ്പം അത് സജീർ എന്ന് പറയുന്നത് ഒരു തെറ്റായത്. നിങ്ങൾ അടുത്ത ഒരു ഗവൺമെന്റ് വന്നിട്ടാണ് ഇത് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നത് അത് ശരിയാക്കി. ഈ ഗവൺമെന്റ് പിണറായി വിജയൻ ഇരട്ടച്ചങ്കം ഭരിക്കുമ്പോൾ 1450 ഉദ്യോഗസ്ഥര് വ്യാജമായ രേഖ ഉണ്ടാക്കി പെൻഷൻ തട്ടിപ്പ് നടത്തിയിട്ട് ഇത്രയും വലിയ അഴിമതി ഞാൻ എന്നിട്ടാണ് നിങ്ങൾ നവീൻ ബാബു അഴിമതി നടത്തിയെന്ന് പറഞ്ഞ ആ പാവപ്പെട്ട അങ്ങനത്തെ ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ വയ്ക്കില്ല പോകാൻ സജീരെ 150 പോലീസുകാരെ പിരിച്ചുവിട്ടിട്ടുള്ള ഈ സർക്കാർ ഈ നടപടി ഉണ്ടാവുന്നത് നമ്മുടെ വിഷയം അതല്ല, നമ്മുടെ വിഷയം അതിലേക്ക് പോകണ്ട. ആ ഒരു വിഷയം പ്രത്യേകം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പിരിച്ചുവിട്ടിട്ടുള്ള ഒരു സർക്കാരാണ് ഈ ഇത്. പല കേസുകളിലും അകപ്പെട്ടിട്ടുള്ള പോലീസുകാരെ ഏത് ഭരണത്തിലാണ് ഇത് വന്നിട്ടുള്ളത്? മാധ്യമ പ്രവർത്തനം വണ്ടി ഇടിച്ചു വന്നു. ഇരട്ടി സംരക്ഷണം കൊടുത്ത് തലപ്പത്തേക്ക് കൊണ്ടുവന്ന സർക്കാരാണ് കുറ്റകൃത്യം ചെയ്തവരെ പുറത്താക്കുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് വരും. ഓക്കെ, അത് നമുക്ക് പ്രത്യേകമായി ചർച്ച ചെയ്യാം. ഞാൻ നവീൻ ബാബുവിന്റെ പ്രശ്നത്തിൽ ഒരു സർക്കാരോ അല്ലെങ്കിൽ പാർട്ടിയോ ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ കൂടെ ആയിരിക്കും നമ്മൾ നിൽക്കുന്നത്. ഒരു സംശയമില്ല. അത് എന്താണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ MV ഗോവിന്ദൻ ഭാര്യ അയച്ച് സ്വീകരിച്ചത് എന്ത് കാപട്യമാണ്? അല്ല, കാപ്പട്ടിയൊന്നുമില്ല. ഒരു എവിടെ ദിവ്യ BP ദിവ്യ എന്ന് പറയുന്നത് ഒരു CPM ഒരു രാഷ്ട്രീയ നേതാവെന്നെ എന്നും പറഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്ന കൊള്ളയെല്ലാം കൂട്ടി നിൽക്കുന്നതല്ല ഈ പാർട്ടിയും ഗവൺമെന്റ് ഒന്നും അങ്ങനെ ചെയ്യില്ല. ഒരു കാര്യം അത് ഞാൻ പറയുന്നത് അതിലൊരു കാര്യം. പിന്നെ ഇരിക്കുന്ന വെച്ചാൽ ഇത് കോടതിയിൽ മുമ്പ് ഇപ്പം 2 ദിവസം ഒരാഴ്ചക്കകത്ത് കോടതി CD പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ആ CD പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കേസ് ഡയറി പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അറിയാം കോടതിയുടെ. ഞാൻ ഇത് കോടതിയല്ലേ ഇപ്പം ഞാനോ അല്ലെങ്കിൽ പാർട്ടിയോ അല്ലെങ്കിൽ സർക്കാരോ പറഞ്ഞിട്ടല്ലല്ലോ കോടതി തീരുമാനിക്കുന്നത്. കോടതി തീരുമാനിക്കട്ടെ. ഇതിപ്പോൾ ഇവിടുത്തെ പോലീസ് അന്വേഷിച്ചാൽ അത് സത്യാവസ്ഥ കൊണ്ടുവരില്ല എന്നുണ്ടെങ്കിൽ CBI-യിലോട്ട് പോകണമെങ്കിൽ പോട്ടെന്നേ. താല്പര്യമില്ലല്ലോ സർക്കാരിനും CPM ഇക്കാര്യത്തിൽ താല്പര്യമില്ല. ഞാൻ ഒരു കാര്യം എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പം നവീൻ ബാബുവിൻ്റെ പ്രോസിക്യൂഷൻ ഞാൻ PP ദിവ്യ നിങ്ങൾ ഇത് പറഞ്ഞല്ലോ.
എന്നാ പ്രോസിക്യൂഷൻ ശക്തമായിട്ട് എതിർത്തല്ലേ ആദ്യത്തെ ഇത് വന്നിട്ടുള്ളത്. അല്ല, ഇതില് ശ്രീ സതീഷ് വസന്ത് ജയിലിൽ കിടന്നില്ലേ. സതീഷ് വസന്ത് ഇവിടെ ഇപ്പോൾ നേരത്തെ ഷജീർ ചൂണ്ടിക്കാട്ടി ചില കാര്യങ്ങളുണ്ട്. ഇത് പോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ അത് തുടർന്നുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പല കാര്യങ്ങളിൽ ഇവിടെ കേരള പോലീസിന്റെ അന്വേഷണത്തിൽ നിഗൂഢതകളുണ്ട്. ആ നിഗൂഢതകളുണ്ട് എന്ന് കുടുംബം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ആ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്. നിങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കുടുംബം എന്ന് പറയുന്നത് CPM കുടുംബമില്ലേ? അവർ CPM കുടുംബമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അവർ പറയുന്നത് കൊണ്ട് അതിലൊന്നും ഇല്ല, അർത്ഥമില്ല എന്നാണ് പറയുന്നത്. CPM കുടുംബമല്ലേ? ആ CPM കുടുംബത്തോടുകൂടി പാർട്ടി നിൽപ്പുണ്ടെന്നേ, പാർട്ടിയും സർക്കാരും എല്ലാം നിൽക്കുന്നത് അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നത്. നമ്മളിങ്ങനെ ഈ സംസാരിച്ചിട്ടൊന്നുമല്ല. അത് അന്വേഷണം പറ്റേ ശരി. അവരൊക്കെ ഇപ്പം കുടുംബത്തിന് ഈ സർക്കാരിന് അല്ലെങ്കിൽ ഈ പോലീസ്, ഇവിടെ കേരളത്തിലെ പോലീസ് അന്വേഷിക്കുന്നത് നമുക്ക് തൃപ്തിയല്ല എന്ന് കോടതിയിൽ പറയട്ടെ, കോടതി തീരുമാനം എടുക്കട്ടെ. എന്നാൽ CBIക്ക് വിടുമല്ലോ, എന്താ സംശയം? അങ്ങനെ ഒരു തീരുമാനമൊന്നും വന്നിട്ടില്ലല്ലേ. ഞാൻ പറയുന്നത് ഇത് ആര് തെറ്റ് ചെയ്താൽ ഇപ്പം PP ദിവ്യ നിങ്ങൾ പറയും പോലെ ഒരു കൊന്നൊന്നും അല്ലെ കളഞ്ഞൊന്നുമല്ലല്ലോ, ഒരു വാക്കിന്റെ പൊതുസമൂഹത്തിന്റെ ബോധ്യത്തെയാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നത്. ഞാൻ പറയുന്നത് സത്യസന്ധനായ കൂടെ ഇരയോടൊപ്പം ഉണ്ടെന്ന് പറയുകയും നിരന്തരം സഞ്ചരിക്കുകയും ചെയ്യുന്ന CPM-ഉം ഇടതുപക്ഷവും പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുകയാണ് ഈ ചർച്ചയിൽ. ഞാൻ പറയുന്നത് ഞാനിപ്പം PP ദിവ്യെന്ന് സപ്പോർട്ട് ചെയ്യാനല്ല, അല്ലെങ്കിൽ പാർട്ടിയോ അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷെ PP ദിവ്യ അന്ന് സദുദ്ദേശത്തോടെ അല്ലെങ്കിൽ ദുരുദ്ദേശത്തോടെ അല്ലല്ലോ അന്ന് സംസാരിച്ചത്. അത് അവർ സദുദ്ദേശത്തോടെ സംസാരിച്ച് അവർ പോയായിരുന്നു. പിന്നെ അവരെന്ന് പറയുന്നത് അദ്ദേഹം എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനില്ല. അദ്ദേഹം ഇനി 7 മാസം കഴിഞ്ഞ് ട്രാൻസ്ഫർ ആകും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിലേക്ക് പോവുകയും ചെയ്യാൻ. അപ്പോൾ പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? ഞാനൊരു കാര്യം പേടിക്കണം. അത് നമുക്ക് പോകാൻ അന്വേഷണത്തിൽ തെളിയിട്ടേ. ശരി. ശ്രീ രാജീവ്, ഇവിടെ ഇപ്പോൾ ഈ വ്യാജരേഖ ഉണ്ടാക്കിയതടക്കമുള്ള നിരവധി വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇതൊന്നും അന്വേഷിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് കുടുംബം ആ മനംതൊന്ത് ഇപ്പോഴും അവർ വേദനിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ആ വേദനയുടെ ഭാഗമായാണ് എന്താണ് നടന്നതെന്ന് അറിയണം. കെട്ടിത്തൂക്കിയതാണോ എന്നുള്ളൊരു സംശയം പോലും ആ കുടുംബത്തിനുണ്ട്. നല്ല രീതിയിൽ ഒരു ഭരണം കാഴ്ചവെച്ചാൽ, ഒരു അഡീഷണൽ മജിസ്ട്രേറ്റായിട്ട് ജോലി ചെയ്താൽ, അഴിമതിക്കാരനായിട്ട് അല്ലാതെ ജോലി ചെയ്താൽ ഈ സംസ്ഥാനത്ത് വാഴിക്കില്ല എന്ന സന്ദേശമാണ് ഈ വിഷയത്തിലൂടെ മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ സർക്കാരും പൊതുസമൂഹത്തിന് നൽകുന്നത്. അതായത് നല്ലത് ചെയ്യാൻ ഒരു ഉദ്യോഗസ്ഥനും പാടില്ല. നമ്മൾ ഈ തുടക്കം മുതൽ നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കണം. പലരും ഈ റൂട്ടിൽ നിന്ന് മാറിപ്പോകുന്ന ADM നവീൻ ബാബുവിനെ 2-3 പ്രാവശ്യം അവിടുത്തെ ഭൂമാഫിയകളും ക്വാറി മാഫിയകളും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഈ 2 ടീമിൻ്റെയും, അതായത് ഭൂമാഫിയകളുടെയും ക്വാറി ടീമുകളുടെയും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും ഇടനിലക്കാരിയായിട്ടാണ് ശരിക്കും PP ദിവ്യ അവിടെ പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ടാണല്ലോ ADM നവീൻ ബാബുവിനെതിരെ ഇത്രയും വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ വേണ്ടി ദിവ്യ തയ്യാറായത്. അല്ലാതെ വേറൊരു കാര്യം അവിടെ ഇല്ല. 1. 2, അന്ന് ഉണ്ടായിട്ടുള്ള ഇൻസിഡൻറ്റ്, ആ ഇൻസിഡൻറ്റിൽ കൃത്യമായിട്ടും കളക്ടറും ദിവ്യയും തമ്മിലുള്ള ഒരു ഗൂഢാലോചന നടന്നിരുന്നു എന്നുള്ളത് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. സീറ്റ് ഒഴിച്ചിട്ട കാര്യം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഈ വിഷയത്തിൽ എവിടെയാണ് പോലീസ് കളക്ടറെ ചോദ്യം ചെയ്തത്? ഇന്നലെ ഹൈക്കോടതി ഡയറി കൊടുത്തതിന് ശേഷം ഇന്നലെ കൊണ്ട് ചോദ്യം ചെയ്യാണ്. ഇവിടെ കളക്ടറെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം. യഥാർത്ഥത്തിൽ ആ കുടുംബം പോലും പറഞ്ഞിട്ടില്ല. കളക്ടറെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം. 1, കാരണം ADM എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല, അത്രയും ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ, സംശുദ്ധനായിട്ടുള്ള ഒരാൾ, അദ്ദേഹം ഒരു ആത്മഹത്യ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എഴുത്തെങ്കിലും എഴുതി വയ്ക്കും. ഒരു എഴുത്ത്, അത്രയും വലിയൊരാളാണ്, നമ്മളെ വരുന്നാൽ പോലും എഴുതി വയ്ക്കുക. അതൊന്ന്. 2, മുറി തുറന്നിട്ട് ആരെങ്കിലും ആത്മഹത്യ ചെയ്യൂ? മുറി തുറന്നിട്ട് കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മുറി തുറന്നു കിടക്കുകയാണ്. പോലീസിൻ്റെ തന്നെ ഭാഷ്യത്തിൽ അദ്ദേഹം 3 പ്രാവശ്യം ഹോട്ടലിൽ സഞ്ചരിച്ചു എന്നാണ്. പക്ഷേ അവരുടെ ഡയറിയിലൊന്നുമില്ല. അപ്പോൾ ഇത് തുടക്കം മുതൽ, അതായത് ആ റൂമിൽ വന്ന് ഇദ്ദേഹം മരിച്ചു കിടക്കുന്ന സമയം മുതൽ കേരളത്തിലെ പോലീസ് പറയുന്ന ഒരു കാര്യം, ഇത് ആത്മഹത്യയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ആത്മഹത്യ എന്ന് വരുത്തി തീർക്കുന്നത്. ഇതെല്ലാം പോട്ടെ, അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിക്കോ ഭൂമാഫിയകൾക്കോ മാർക്സിസ്റ്റ് പാർട്ടി വളർത്തുന്ന അവിടുത്തെ ക്വാറി ക്രിമിനലുകൾക്കോ ഇതിൽ ബന്ധമില്ല, PP ദിവ്യയ്ക്ക് ബന്ധമില്ല എങ്കിൽ എന്തുകൊണ്ട് CBI അന്വേഷണത്തെ ഭയക്കുന്നു? കൂട്ടിലടച്ച തത്തയാവട്ടെ ഏതാവട്ടെ ഇവരെ ബാധിക്കുന്നതല്ലോ. അപ്പോൾ ഇവരെ ബാധിക്കുന്നു. കാരണം ഇവരെ ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പറയുന്നു. ഞങ്ങൾ ADM CPM കുടുംബമാണ്, ആ കുടുംബത്തോടൊപ്പം എന്ന് പറഞ്ഞ ഗോവിന്ദ മാഷിയുടെ ഭാര്യ അത് കഴിഞ്ഞ് 5-ാം നാള് ജയിലിൽ ചെന്ന് ആഘോഷിച്ച് ദിവ്യ കൊണ്ടുവരുമ്പോൾ എന്താണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഇത് സന്ദേശം? അപ്പോൾ പാർട്ടി ആരോടൊപ്പമാണ്? പത്തനംതിട്ടയിലെ പാർട്ടിക്കാർ 2 ആഴ്ചക്കാലം ഈ പാവപ്പെട്ട കുടുംബത്തിനോടൊപ്പം നിന്നാലോ. ഇന്നിപ്പോൾ എന്താ നിൽക്കാത്തത്? കാരണം
പാർട്ടി തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. പാർട്ടിയുടെ അഭ്യുന്നതനാവാൻ വേണ്ടി ആരും തയ്യാറല്ല. ഇപ്പം പാർട്ടിക്കാരും മാറി. അപ്പം 100% ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും, ആ കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, കാരണം അതിനൊരു വലിയൊരു കാര്യം കൂടെ. തലശ്ശേരി സെഷൻസ് കോടതിയിൽ ആ വീട്ടുകാരൊരു പരാതി കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ഇതിൽ പ്രതികളായിട്ടുള്ള ആൾക്കാർ, സാക്ഷികളായിട്ടുള്ള ആൾക്കാർ, ഇവിടുത്തെ CCTV ദൃശ്യങ്ങൾ, ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോടതി തലശ്ശേരി സെഷൻ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് അവർ കൊടുത്തു? അപ്പോൾ ഈ അന്വേഷണം പരിപൂർണമായിട്ടും തെറ്റാണ്. മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ നോക്കിയാൽ SI റാങ്ക്, CA റാങ്ക്, ആ ടീം രൂപീകരിച്ചിരിക്കുന്നത്. ആ ടീം എന്താണ് ഇതിനകത്തൊരു വ്യക്തി ഈ പണം ഞാൻ എൻ്റെ ഒരു കൈക്കൂലി ആരോപിച്ചെന്ന പ്രശാന്തിൻ്റെ റോൾ എവിടെയാണ്? പ്രശാന്തിനെതിരെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നടന്ന അന്വേഷണം എവിടെയാണ്? അയാൾ എന്ത് കുറ്റം ചെയ്തെന്ന് പുറത്തു പറയുന്നു? ഇത് ബോധപൂർവം മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂർ ജില്ലയുടെ നേതാക്കൾക്കും AKG സെൻട്രലിൽ വരെ വിരൽ ചൂണ്ടുന്ന നേതാക്കന്മാർ ഉൾപ്പെടുന്ന ഒരു ഗൂഢസംഘത്തിൻ്റെ നാക്ക് കൊണ്ടായിരിക്കാം ചിലപ്പോൾ കൊന്നിട്ടുള്ളത്, ചിലപ്പോൾ മറ്റു രീതിയിലായിരിക്കാം കൊലപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും കൊലപാതകമെന്ന് സംശയിക്കാൻ വീട്ടുകാർക്ക് സംശയിക്കാനും ഈ കേരളത്തിലെ നെല്ലരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും സംശയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെ ഈ കേസിനകത്തുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ഈ കേരളത്തിലെ ADM മാറ്റിയിരിക്കുന്ന മുഴുവൻ ആൾക്കാരും നമ്മൾ മനസ്സിലാക്കേണ്ട, റവന്യൂ ഉൾപ്പെടെ, ഈ കോറി ഉൾപ്പെടെ, ഭൂമി ഇടപാട് ഉൾപ്പെടെ ചെയ്യുന്നത് ADM-മാരാണ്. ഈ കേരളത്തിലെ 14 ജില്ലകളിൽ വരുന്ന ADM-മാരെ പേടിപ്പിക്കുക എന്ന ഒരു വലിയൊരു സന്ദേശം, ആ സന്ദേശമാണ് ശരിക്കും ഈ കൊലപാതകം നടത്തിയോ നടന്നില്ല എന്തായാലും സംശയത്തിന് നിലനിൽക്കുന്ന ഈ വിഷയത്തിലൂടെ പുറത്തു കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇത്രയും വലിയ ഒത്താശ ഈ ആൾക്കാർക്ക് കൊടുക്കുന്നത്. ശ്രീ സതീഷ് വസന്ത്, ഇവിടെ ഇപ്പോൾ ഈ താങ്കൾ ഇപ്പോഴും പറയുന്നത് ഈ CPM-ഉം അതുപോലെ തന്നെ ഇടതുപക്ഷവും ആ കുടുംബത്തോടൊപ്പമാണെന്നാണല്ലോ. CPM നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പിന്നെ എന്താണ് അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ ADM-നെ അഴിമതിക്കാരനാക്കി മാറ്റാനുള്ള ഒരു ശ്രമം മറ്റൊരു ഭാഗത്തുകൂടി നടത്തുന്നത്? അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ല, ഇത് ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇതിൽ പലതും പുറത്തു വരാതിരിക്കാനുള്ള കൃത്യമായ ഗൂഢാലോചന ഈ ഭരണതലത്തിലും CPM തലത്തിലും നടക്കുന്നത്. ദിവ്യ ഇപ്പൊ PP ദിവ്യ അവർ എന്താണ് പറഞ്ഞത്? ഇദ്ദേഹം 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട്, ഇദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള പാരിതോഷികം വാങ്ങിച്ചിട്ട്, ഇപ്പോൾ കൈക്കൂലിയോ പാരിതോഷികമോ ഏതെന്ന് വെച്ചാൽ കൊടുത്തിട്ടുണ്ടെന്ന് അവർക്ക് അറിവ് കിട്ടി. ഇത്രയും നല്ല ഉദ്യോഗസ്ഥന്റെ നമ്മളെല്ലാം പറയുമ്പോൾ ഉദ്യോഗസ്ഥൻ ഞാൻ പറയട്ടെ, ദിവ്യക്ക് കിട്ടിയ അറിവാണ് അത് കൊടുത്തത്. ദിവ്യ കണ്ടിട്ടില്ല, പക്ഷെ ദിവ്യക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടി. ആ അറിവാണ്. കാര്യമെന്ന് വെച്ചാൽ പല കാര്യങ്ങളും ദിവ്യ പറയുമ്പോഴും അദ്ദേഹം നിയമത്തിനനുസരിച്ചല്ലാതെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതാരാണ് ഇല്ല എന്ന് പറയുന്നത്. VP ദിവ്യ എന്താണ് പറയുന്നത്? ഈ ഇടത് സർക്കാരിൻ്റെ നമ്മളെ നയം എന്ന് പറയുന്നത് ഒരു ഫയൽ പോലും ഇവിടെ പെൻഡിങ്ങുമല്ല. ഓരോ ഫയലുകളും ഓരോ ജീവിതമാണ്. അങ്ങനെയല്ലേ പറഞ്ഞു തുടങ്ങുന്നത്. ഇത് പറഞ്ഞു തുടങ്ങിയിട്ടാണ് ഇതിലേക്ക് വരുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ ഞാനിത് പറയുന്നത് നമുക്ക് അന്വേഷിക്കട്ടെ. അല്ലല്ല, CBIയുടെ കേസ് എല്ലാ സ്ഥലത്തും തെളിഞ്ഞാൽ പലതും പുറത്തു വരുമെന്നുള്ളൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ ഇപ്പോൾ ഈ കൂട്ടിലടച്ച തത്തയും അതുപോലെ തന്നെ CBI തെളിഞ്ഞും. നമുക്കിപ്പോ CBI ഞാൻ പല സംസ്ഥാനങ്ങൾ കണ്ടല്ലോ. നമ്മളൊരു കുടുംബനാഥൻ മരണപ്പെട്ടു പോകുമ്പോഴത്തെ സ്വാഭാവികമായി എല്ലാ കുടുംബത്തിനും ഒരു വൈകാരികത ഉണ്ടാവും. ആ വൈകാരികത ആ കുടുംബവും വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പറയുന്നത്. ഞാൻ പറഞ്ഞ ഗോവിന്ദ മാസ്റ്റർ എന്താണ് പറഞ്ഞത്? ഗോവിന്ദ മാസ്റ്റർ വെച്ചാൽ ഇവിടുത്തെ പോലീസ് അന്വേഷിക്കട്ടെ. CBI പോലത്തെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം തന്നെയല്ലോ. അതുകൊണ്ടാണല്ലോ ഭാര്യ സ്വീകരിക്കാൻ ഞാൻ പറഞ്ഞു. CPM എന്നുള്ള പാർട്ടിയുടെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു എന്നും പറഞ്ഞു. അത് നടപ്പിലാക്കണമെന്നുണ്ടോ? ഇല്ലല്ലോ. ഇന്ന് പാർട്ടി CPM പാർട്ടി എന്താണെന്നുള്ളത് മനസ്സിലായാലും അവർക്ക് സെക്രട്ടറി ആവണമെന്നുള്ള യോഗ്യത പരസ്യമായിട്ട് പാർട്ടിക്കാരെ വിളിച്ച് പറയണം.
അല്ല കരുനാഗപ്പള്ളിയിലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആരായിരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കുന്നത് പാർട്ടിക്കാർ വിളിച്ചു പറയുന്നത്. അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയുടെ യോഗ്യത എന്താണെന്ന് മനസ്സിലായല്ലോ. CPM-ന്റെ യോഗ്യത എന്ന് പറയുന്നത് ചില കാര്യങ്ങളിൽ പ്രാവീണ്യം നേടണം. താഴെത്തൊട്ടുള്ള ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ കമ്മിറ്റി, അതുപോലെ ജില്ലാ കമ്മിറ്റി, അത് കഴിഞ്ഞിട്ട് സംസ്ഥാന കമ്മിറ്റി, അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് എവിടെയെങ്കിലും ചില ഇത്രയും കേരളത്തിൽ ചില സ്ഥലത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ചില സ്ഥലത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേ. അല്ല, എല്ലാ സ്ഥലത്തും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നവർ നമ്മൾ കണ്ടാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചെന്ന്. ഇവരെന്തെല്ലാം അവിടെ വിവാദം പറഞ്ഞു. PP ദിവ്യ വളരെ വ്യക്തമായി ചർച്ച ചെയ്താണ്. ആ വിഷയം വളരെ 18,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ ജയിച്ചത്. 80,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ചേലക്കരയിൽ 10,000 വോട്ടിലേക്ക് ചുരുങ്ങി. നിങ്ങളുടെ ഭൂരിപക്ഷം 10,000 തരംഗം ആഞ്ഞടിച്ചൊരു സ്ഥലമാണ് ചേലക്കര. എന്ത് ജയമാണത്? ജനവികാരമാണ്. ആ സർക്കാരിനുള്ള ജനവികാരം ചേലക്കരയിൽ വരണ്ടേ? ചേലക്കരയിൽ ഉണ്ടായല്ലോ. ഞാൻ ചോദിക്കട്ടെ, 80,000 വോട്ട് നിങ്ങൾ പിടിച്ചെടുത്ത് ഇപ്പം വെറും 60,000 വോട്ട് മാത്രമേ പിടിച്ചിട്ടുള്ളൂ. വെറും 10,000-മായി നിങ്ങളുടെ വയനാട്ടിലോ 68,000 വോട്ട് കാണാനില്ല. എവിടെ പോയി? ചേലക്കര പിടിച്ചതുകൊണ്ട് CBI അന്വേഷണം ഇല്ല. അതാണ് ചോദ്യം. അതെ ഞാൻ ചോദിച്ചു. ഞാൻ അങ്ങനെയൊന്നുമല്ല പറഞ്ഞു. ഭരണവിരുദ്ധ വികാരം ഇല്ലാത്തതുകൊണ്ട് കുടുംബത്തിന്റെ ആവശ്യം വേണ്ട, ഒന്നും വേണ്ട, സർക്കാർ തീരുമാനിക്കും, പാർട്ടി തീരുമാനിക്കും, പാർട്ടി കോടതി എന്ന് പറയാതെ നടപ്പാക്കുന്നത്. എവിടെയെങ്കിലും ഈ പാർട്ടി, ഈ CPM എന്ന് പറയുന്ന പാർട്ടി ഞങ്ങൾ നവീൻ ബാബുവിനോടൊപ്പമാണ് എന്ന് പരസ്യമായി പ്രതികരിക്കാൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? രാഷ്ട്രീയമായി ഏതെങ്കിലും വിഷയം, ഏതെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ CPM എവിടെയെങ്കിലും ഈ 8 കൊല്ലമായി പിണറായി വിജയൻ ഭരിക്കുന്നു, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടോ? എല്ലായിടത്തും വ്യക്തി നിക്ഷേപമല്ലേ. റവന്യൂ വകുപ്പ് മന്ത്രിയുടെ CBI അന്വേഷണത്തെ കുറിച്ച് കേട്ട സമയത്ത് ഞങ്ങൾ കുടുംബത്തിനോടൊപ്പമാണ്. അപ്പൊ മാധ്യമങ്ങൾ വീണ്ടും കേൾക്കണം, നിങ്ങൾ ഇതിനകത്ത് എന്ത് നിലപാടെടുക്കും? നോ കമന്റ്സ്. അല്ല, രാജനല്ലേ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയിലെ ലാൻഡ് റവന്യൂ കമ്മീഷൻ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ലാൻഡ് റവന്യൂ കമ്മീഷൻ വെച്ച് അങ്ങനെ വന്നിട്ടില്ല. അത് അങ്ങനെയല്ല. പിന്നെ നിങ്ങൾ അങ്ങനെയൊന്നും പറയില്ല. റിപ്പോർട്ട് പോകണ്ടേ? അവിടെ പ്രശാന്തിന്റെ റോൾ എന്താണ്? പ്രശാന്തിനെതിരെ അന്വേഷണ റിപ്പോർട്ട് എന്താണ്? അല്ല, അദ്ദേഹത്തിന് നിങ്ങൾ SIT അന്വേഷണത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ പ്രശാന്തിനെ ചോദ്യം ചെയ്തു? ഇന്നലെയാണ് കളക്ടറെ ചോദ്യം ചെയ്യണത്. അല്ല, കളക്ടർ ചോദ്യം ചെയ്യാനല്ല, അങ്ങനെയല്ല. കളക്ടർ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണമുള്ളത് കൊണ്ട് മാത്രമാണ് ശബരിമല പോലും വിഷയമില്ലാത്തതുകൊണ്ടാണ് ഈ കേസ് ഹൈക്കോടതി ഉള്ളത് കൊണ്ടാണ് ഇവർ ഇപ്പം ഇന്നലെ കളക്ടറെ ചോദ്യം ചെയ്യാൻ തയ്യാറായത്. ഇനി പ്രശാന്തിനെ ചോദ്യം ചെയ്യോ ഇല്ലെന്ന് കണ്ടറിയാം. കാരണം ഹൈക്കോടതിയാണോ വലുത്, പാർട്ടി കോടതിയിലെ ജഡ്ജായ ഗോവിന്ദനാണോ വലുതെന്നുള്ള സംശയമാണ് ഇപ്പം. അല്ല, ഇതിലുള്ളൊരു പൊതുസമൂഹത്തിന്റെ ഒരു സംശയം, ഈ പ്രശാന്തനിൽ തുടങ്ങി ദിവ്യ വഴി ഇത് അങ്ങ് AK സെന്റർ വരെ എത്തുന്ന വലിയ നിഗൂഢതകൾ നിറഞ്ഞ പല സംഭവങ്ങളും ഉണ്ട്. CBI വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പുറത്തു വരുമെന്നുള്ളൊരു സംശയം പൊതുജനത്തിനും ഉണ്ട്. കുടുംബത്തിനൊപ്പം അന്വേഷിക്കട്ടെ. അല്ലല്ല, ഞാൻ PP ദിവ്യ ഒളിച്ചൊന്നുമല്ലല്ലോ. അത് അവര് പരസ്യമായിട്ടല്ലേ പറഞ്ഞു. അതും കളക്ടർ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരിയ്ക്കുമ്പോൾ അവര് സംസാരിച്ചു. ഒളിച്ചും പാത്തൊന്നല്ലോ സംസാരിച്ചത്. അത് സംസാരിച്ചപ്പോഴത്തേക്ക് ഇങ്ങനൊരു ദാരുണ സംഭവം ഉണ്ടായിപ്പോയി. കണ്ണൂരിൽ കിട്ടുന്ന ഒരു ട്രെയിനിങ് ധാർമ്മികമായിട്ടുള്ള വിഷയമുണ്ട്. ഞാൻ പറയുന്നത്, ഒരു ഉദ്യോഗസ്ഥന് നമ്മൾ ഈ പറയുന്നത് പോലെ ആ ഉദ്യോഗസ്ഥനെ അഴിമതിക്കാരനാണ് എന്ന് ചിത്രീകരിക്കാൻ ഇവർ ശ്രമിച്ച ഒരു ശ്രമമുണ്ടല്ലോ. അവർ അങ്ങനെ ശ്രമിച്ചപ്പോൾ അവർ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയിട്ട് പോലും ഉരുണ്ട് കളിക്കുകയല്ലേ. അത് തെറ്റുപറ്റിയെന്ന് ഏറ്റുപറയാനുള്ള ഒരു മര്യാദ പോലും CPM കാണിക്കുന്നില്ല. അതിലെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത്, ഇല്ലാത്ത കഥകൾ പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെ അദ്ദേഹം ജീവിതകാലം മുഴുവൻ സത്യസന്ധമായി ജോലി ചെയ്തിട്ട് ആ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം കള്ളനാണ്, അദ്ദേഹം കക്കൂലി വാങ്ങിക്കുന്ന ആളാണ് എന്ന് വ്യാജ പരാതി ഉണ്ടാക്കി കൊടുക്കുന്നു, അദ്ദേഹത്തിന് അങ്ങനെ മുദ്ര കുത്തുന്നു എന്നുള്ളത് അത് അംഗീകരിക്കാൻ പറ്റുന്നതാണ് കേരളം പോലൊരു സമൂഹത്തിൽ. നമ്മൾ ആന്തൂർ സാജന്റെ കാര്യത്തിൽ കണ്ടതല്ലേ, കുടുംബത്തെ മുഴുവൻ അശ്ലീലമായി ആക്ഷേപിച്ചില്ല. അപ്പോൾ CPM-ന്റെ ഒരു നടപടി എന്ന് പറയുന്നത് അവർക്ക് വിധേയമായി അവർക്ക് അടിമപ്പെട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ ഏത് രീതിയിലും അവരെ മോശക്കാരാക്കുക എന്നുള്ളത് CPM-ന്റെ എക്കാലത്തെയും തന്ത്രമാണ്. നിങ്ങൾ ചിത്രരേഖ എന്ന് പറയുന്ന കണ്ണൂരിലെ ഒരു ദളിത് സ്ത്രീ, ഓട്ടോറിക്ഷ ഓടിക്കുന്ന സ്ത്രീയാണ്. ആ സ്ത്രീ CPM-ന് വഴങ്ങാത്തതിൻ്റെ പേരിൽ അവർ ഓട്ടോ അടിച്ചു പൊട്ടിക്കുകയും അവരെ വീട്ടിലോട്ടുള്ള വഴി അടിച്ച് തകർക്കുകയും ചെയ്തത് CPM-ആണ്. അപ്പം കേരളത്തിലെ ആളുകൾ CPM-ന് മുന്നിൽ, അഹങ്കാരത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ദുരിതം അനുഭവിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 8.5 കൊല്ലം കൊണ്ട് ഇവർ എത്ര പേരെ ഇതുപോലെ കണ്ണീരിലാഴ്ത്തിയിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും ക്രൂരമായ മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരും ഭരണവുമാണ് CPM എന്ന് പറയുന്നത്. അവരെങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഇത് അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ എത്ര സുഗതൻ, ആലപ്പുഴയിലെ സുഗതൻ ഒരു വർഷപ്പെട്ട ആളാണ്.
അദ്ദേഹം കെട്ടിത്തൂക്കിച്ചത് നമ്മളെല്ലാവരും കണ്ടു. അപ്പോൾ ഈ സർക്കാർ കാരണം എത്ര ആളുകളാണ് ആത്മഹത്യ ചെയ്തത്? നിങ്ങളിത് ഫാക്ച്വലായി പരിശോധിച്ച് നോക്കുക. ഏറ്റവും കൂടുതൽ ആളുകൾ നിരാശ കൊണ്ട് ആത്മഹത്യ ചെയ്ത കാലഘട്ടം പിണറായി വിജയൻ കേരളം ഭരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ്. അല്ലെന്ന് പറയാൻ കഴിയുമോ? എത്ര ചെറുപ്പക്കാർ ഇഷ്ടപ്പെട്ട ജോലി കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു, എത്ര കർഷകർ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ജോലി കിട്ടാത്തതിന്റെ. അപ്പോൾ നിരാശ മാത്രം പറയട്ടെ ചേട്ടാ, നിരാശ മാത്രം കൊടുക്കുന്നവരാണ്. പോലീസ് സ്റ്റേഷനിൽ തൂങ്ങി മരണമൊന്നും ഇല്ല. നവീൻ ബാബുനെ പോലീസ് സ്റ്റേഷനിൽ താഴെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ മുതൽ അങ്ങ് AKG സെന്റർ വരെ എല്ലാ വിഷയത്തിലും ഇടപെടുന്നത്. കള്ളന് കൊള്ളക്കണക്ക് ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ പോലും അത്ര സമ്മർദ്ദത്തിലാണ്. 100% സമ്മർദ്ദത്തിലാണ്. അവരെ സംബന്ധിച്ചുള്ള ഇനി കൊഴിഞ്ഞു പോക്കുണ്ടാവുന്ന കേരള പോലീസിനാണ്. കാരണം ഈ ഭരണം കഴിഞ്ഞിട്ട് വന്ന് ഞങ്ങൾ ഡ്യൂട്ടിയിൽ കയറിക്കോളാം എന്ന് പറഞ്ഞ് ലീവ് എടുത്ത് പോകുന്ന ഒരു കാഴ്ച കാണേണ്ടി വരും. അല്ല, അത് ഞാനൊരു കാര്യം പറയട്ടെ. ഈ പാർട്ടി സമ്മേളനമൊക്കെ നിങ്ങളൊക്കെ പത്രവായന ജോയിയൊക്കെ അറിയാലോ, വായിക്കുന്നത്. അവിടെയൊക്കെ എന്താണ് പാർട്ടി കേഡർമാർ പറഞ്ഞത്? പാർട്ടി കേഡർമാർ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ അധികാരം ഇല്ലാന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ പാർട്ടി അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. പോലീസിന് യഥേഷ്ടം സഞ്ചരിക്കാൻ്റെ അവരെ പരിധിയിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള എല്ലാ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇരയോടൊപ്പമാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാമെന്നേ ഉള്ളൂ. പക്ഷെ ആ വേട്ടക്കാരോടൊപ്പം എല്ലാ സംവിധാനങ്ങളും അവർക്ക് വേണ്ടി പോസ്റ്റ് അടിച്ച് അവർക്ക് വേണ്ടി കേരളം വിഷ്ണു പ്രണോയ് പിണറായി വിജയന്റെ മുഖം കണികൊണ്ടാണ് വിഷ്ണു. എന്ത് നീതി കിട്ടി? കമ്മ്യൂണിസ്റ്റ് എന്തായാലും അതുപോലെ നവീൻ ബാബുവിന്റെ മരണം ഒതുക്കാൻ അനുവദിക്കില്ല. ആ കുടുംബത്തിന്റെ വേദന കണ്ണു തുറന്ന് കാണട്ടെ എന്ന് മാത്രമേ പറയാൻ കഴിയൂ. നന്ദി ശ്രീ നേമം ഷജീർ, അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ശ്രീ RS രാജീവ്. ഈ ചർച്ചയോടെ പൂർണ്ണമാകുന്നു. ജയ് ഹിന്ദ്.